നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 30ാമത് IFFK അതിന്റെ ഭാഗമായിട്ട് സ്ക്രീനിംഗ് നടക്കുന്ന തിയേറ്ററിന് മുൻപിലാണ്. ഇവിടെ കൈരളിയിൽ നടക്കാനിരുന്ന സിറാറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടായിട്ട് പോലും ആളുകൾക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ പ്രേമികൾ ഒന്നടങ്കം തന്നെ പ്രതിഷേധിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ അത് പ്രദർശിപ്പിക്കുന്നത് സീറ്റുകൾ കുറവുള്ള ഒരു സ്ഥലത്താണ് എന്നും റിസർവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ ഓർഗനൈസേഷനിലെ പല ഇഷ്ടപ്പെട്ട ആളുകളെയും ഇതിലേക്ക് അകത്തേക്ക് കയറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ്, വലിയ പ്രതിഷേധമാണ്. അരമണിക്കൂറിലധികമായിട്ട് ഇവിടെ നിന്ന് സമരവും പ്രതിഷേധവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് പോലും ഈ ഓർഗനൈസേഷനിലെ ഒരാൾ പോലും നേരിട്ട് വന്ന് സംസാരിക്കാനോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ വേണ്ടി എത്തിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സംവിധാനങ്ങളടക്കം ഇവിടെയുണ്ട് എങ്കിൽ പോലും ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആരും തന്നെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാർക്ക് കൂടെ ഉള്ളതാണ് ഈ സിനിമ, ഇത് വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടതല്ല ഇത്തരമൊരു സിനിമ ഫെസ്റ്റിവൽ എന്നുള്ള തരത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഫാസിസം ചെറുത്ത് നിർത്തിയ ഒരു ഫെസ്റ്റാണിത്. പക്ഷെ അക്കാദമിയുടെ ഫാസിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കസേരകൾ കൊടുത്തുകൊണ്ട് ഒഫീഷ്യൽസിനെയും അവരുടെ ഇഷ്ടക്കാരെയും കുത്തിനിറയ്ക്കുന്നതിലൂടെ നമ്മൾ സിനിമാസ്വാദകരെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഫെസ്റ്റ് നടത്താനാണെങ്കിൽ അതിനെ ശക്തിയെ ചെറുത്ത് നിൽക്കുക തന്നെ ചെയ്യും. അതിവിടെ നടക്കില്ല. അക്കാദമി ചെയർമാന്റെ വണ്ടി ഇവിടെ ഉണ്ട്. ആ വണ്ടിയിൽ ആരാണ് വന്നത്? അക്കാദമിയുമായി ബന്ധമുള്ള ഒരു മനുഷ്യരും ഈ ഒരു തിയേറ്ററിലും ഇല്ല. ഇപ്പൊ ഇവിടെ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഷോയിലും ഇതുണ്ട്. അവരുടെ ഇഷ്ടക്കാരെ കുത്തി നിറയ്ക്കുക. അൺറിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് 30% മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെറുതെ വീമ്പ് പറയുക. അത് ലഭിക്കുന്നില്ല. അത് കിട്ടണം. നമ്മളിവിടെ ഡെലിഗേറ്റായി രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു രജിസ്റ്ററും ചെയ്യാതെ ഇതിനായിട്ട് ഒരു വരി പോലും നിൽക്കാത്ത ആളുകൾക്ക് വെറുതെ ഇവിടെ കാട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ സിനിമകൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ റിസർവ് ചെയ്യും. റിസർവേഷൻ 70% സീറ്റ് റിസർവേഷൻ എന്ന് പറഞ്ഞു മാറ്റി വെക്കുന്നു. ബാക്കി 30% അൺറിസർവ്ഡ് ആണ്. നമ്മൾ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടായിരിക്കും ഇതിനകത്ത് എത്തുക. ഇപ്പൊ ഇവിടെ തന്നെ പറയാം, 274 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ തിയേറ്ററിനുള്ളത്. അവര് പറയുന്നത് 200 പേർ റിസർവ്ഡ് എന്ന്. 274 പേര് വരുമ്പോഴത്തേക്ക് മിനിമം അൺറിസർവ്ഡ് ആയിട്ട് 75 പേർക്ക് സീറ്റ് കിട്ടണം. ഇവിടെ നിന്ന് 50 പേരെയാണ് കയറ്റി വിട്ടത്. അവർക്ക് സീറ്റ് കിട്ടിയതുമില്ല, അവർ നിലത്താണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ 50 സീറ്റും 75 സീറ്റും എവിടെ പോയി? ഇവർക്ക് എന്തുകൊണ്ട് നിലത്തിരിക്കേണ്ടി വരുന്നു? ഇത് വളരെ എവിഡന്റ് ആണ്. ഇവിടെ അത് വളരെ കൃത്യമാണ്. കാരണം ഞങ്ങൾക്കറിയാം എത്ര പേര് കയറിയെന്ന്. 200 പേര് റിസർവേഷൻ കാറ്റഗറി കയറി, 50 പേര് അൺറിസർവ്ഡ് ചെയ്ത് കയറി. പക്ഷെ ആ കയറി അൺറിസർവ്ഡ് കയറിയിരിക്കുന്ന ആളുകൾ നിലത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അക്കാദമിക്കാരൻ പറഞ്ഞ് സിനിമനെ സ്നേഹിക്കുന്ന അട്ടലുള്ള ഒരുത്തനുണ്ട്. ഞാൻ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന് BRS റിട്ടയർ ചെയ്ത ഒരു ഓഫീസറാണ്. ദൂരദർശന് വേണ്ടിയും റേഡിയോയ്ക്ക് വേണ്ടിയും ട്രിവാൻഡ്രത്തും ഡൽഹിയിലും കവർ ചെയ്തിട്ടുണ്ട്. ബീന പോൾ ഒക്കെ ഇരുന്ന സമയത്ത് എത്ര അന്തസ്സായിട്ട്, ഞാൻ ബീന പോളിന്റെ ഒന്നുമല്ല, ഐ ഹാവ് നെവർ എവർ മെറ്റ് ഹർ. ഓക്കെ, എത്ര ഡിഗ്നിഫൈഡ് ആയിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് എന്റെ കട്ട് ഷോട്ട് ചെയ്തിട്ട് വന്നു. ഗോവ ഫിലിം ഫെസ്റ്റിവൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2 ആഴ്ച. എത്ര റെപ്യൂട്ടേഷനുള്ള ഒരു ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിൽ ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ് ഇൻ ഇംഗ്ലീഷ്. ദിസ് ഫിലിം ഹാസ് ബീൻ destroyed from all sides. സെൻസർ ബോർഡ് അത് ചെയ്തു, മറ്റേ ഇത് ചെയ്തു. ഡൽഹിയിലുള്ള തന്നെ കേരള ഫിലിം ഫെസ്റ്റിവൽ എത്ര അന്തസ്സായിട്ട്, എത്ര kind of films we used to watch. The festival, it was celebrated like anything at the national level, international level. അതിനെ എവിടെ കൊണ്ടെത്തിച്ചു? ആര് ചോദിക്കാൻ പറയാനില്ലോ. ഇവർ they are all of them are sad. I am equally sad. പക്ഷെ അവരെല്ലാം പറയുന്ന ലമറ്റിങ്ങൾ ഇവിടെ നോക്കാം. വളരെ കൃത്യമായിട്ട് ഒരു ഒറ്റ കാര്യം, it's a place of creativity where creativity flourishes. Men in a uniform, they have no right. I wanted to go to the loo. I was forced to show my home history card, which I will not be repeating. പിന്നെ അവിടെ ഒരു എന്റെ മകന്റെ പ്രായമുള്ളൂ. ഞാൻ എന്റെ കാർഡ് കൊടുത്തു. നിന്റെ കാർഡ് എന്റെ ഇതാ, ഇന്നലെ ഇതിന്റെ കാർഡ്. To go to the loo, what can be worse than this?
ഒരു ഫെസ്റ്റിവലിൽ ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ഈ There is no democracy now. This is- ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്. ഇതാണ് fascism. ഇത് democracy അല്ല. എന്റെ മുമ്പിൽ വളർന്നു വന്ന മീഡിയ കുട്ടികൾ അവരൊക്കെ ആകാശവാണി ദൂരദർശൻ ഐ നീഡ് നോട്ട് ഗിവ് an introduction. I am nobody to give an introduction. മീഡിയ എവിടെ? മീഡിയ സെലിബ്രേറ്റ് ചെയ്തൊരു ഫെസ്റ്റിവൽ എവിടെ? മീഡിയ എവിടെ? അതാണോ ചോദിക്കുന്നത്? നന്നായി നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അത്. ഇങ്ങനെ എവിടുന്നോ ഒരു തവണയും കൂടി കാണിക്കണം. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ കാണിക്കാനുള്ള സമയമുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ഒരു തിയേറ്ററിൽ സിനിമയില്ല. അപ്പൊ ഈ സിനിമ നാളെ കാണിക്കണം. അപ്പൊ അത് ഇന്നത്തെ ഇഷ്യൂസ് മാറും. അതാണ് നമ്മുടെ ആവശ്യം. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മനുഷ്യർ സംസാരിക്കാൻ അവകാശമില്ലാത്ത സിനിമയായിട്ട് ഗൗരവമായിട്ട് കാണുന്ന ആരാണ് ഇപ്പോൾ ഒരു മനുഷ്യർ മിണ്ടാൻ ആരുമില്ല. ഞങ്ങളിവിടെ നിൽക്കുക. ഇതുവരെ അക്കാദമിയിൽ ഒരാളെങ്കിലും ഇവിടെ വന്നോ? അല്ല ഞാൻ ഒരു കാര്യം ഈ ഈ അക്കാദമിക്ക് ചെയർമാൻ ഇല്ലേ? വൈസ് ചെയർമാൻ ഇല്ലേ? അവിടെ ആരുമില്ല. എവിടെ അക്കാദമി ചെയർമാൻ എവിടെ? ഇവിടെ വരാൻ സമയമില്ലാത്തതാണ് ഈ തന്തല്ലാത്ത അക്കാദമിയാണ്. 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഡെലിഗേറ്റ്സിലെ ജനങ്ങളുടെ ഫെസ്റ്റിവലാണ്. ഗസ്റ്റുകളുടെ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഗസ്റ്റുകളുടെ ഫെസ്റ്റിവൽ മാത്രമാണെന്ന് ഡിക്ലെയർ ചെയ്യണം. ഇത് റൂൾസ് ആൻഡ് റെഗുലേഷന്റെ വയലേഷൻ ആണ്. IFFK പറയുന്നത് 70% റിസർവേഷനാണ്. 8 മണി കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ എല്ലാ റിസർവേഷൻ ഫില്ലാവും. അത് കഴിഞ്ഞിട്ട് 30% കയറേണ്ടതാണ്. 270 അറ്റ്ലീസ്റ്റ് 75 കയറാനാണ്. 50 പേർക്ക് ടോക്കൺ കൊടുത്തിരുന്നു. അവര് നിലത്താണ് ഇരുന്നത്. നിലത്തിരുന്നവരെ സീറ്റിലല്ല പെടുത്തേണ്ടത്. അപ്പൊ ഒരു തരത്തിലും റൂൾസും റെഗുലേഷനും ഇല്ലാതെ 4 മണിക്കൂർ കാത്തിരുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് തോന്നിയാസമാണ്. IFFK ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റീസ്ക്രീനിങ് നടത്തണം. കൊള്ളാവുന്ന അക്കോമഡേറ്റ് ചെയ്യാവുന്ന കൂടുതൽ പേര് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒന്നുകിൽ ടാഗോറിലോ അല്ലെങ്കിൽ ARIS+1 റീസ്ക്രീനിങ് ഇമ്മീഡിയറ്റ് ആയി നടത്തണം. ഇതിന് മറുപടി പറയാൻ ഇവിടെ പോലീസ് അല്ലാതെ പോലീസ് ഒന്നും വേണ്ടിയിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വയലേഷൻ ഇല്ല. പക്ഷെ ഞങ്ങളും അതല്ല പറയുന്നത്. പോലീസിനെ വെച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അക്കാദമിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് മറുപടി പറയും. ഇവിടെ സംസാരിക്കാൻ ആളാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു മനുഷ്യരല്ലേ ഇവിടെ? മെമ്പർമാരില്ല. ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കണം. ഇവിടെ ആരോട് പറയും? ഒരു ഹോട്ടലിൽ നമ്പർ ഇല്ല, ചെയർമാൻ ഇല്ല, സെക്രട്ടറി ഇല്ല, മെമ്പർമാരില്ല. ഇവിടെ ഒരു പ്രശ്നം വന്നു. ഈ സീനിയർ സിറ്റിസൺ ഇവിടെ മാത്രം ഇത്ര 2 മണിക്കൂർ വേലത്തെടുത്തി. എല്ലാവർക്കും അച്ഛനും അമ്മമാരില്ലേ? ഇവർ എന്ത് ചെയ്യും? ഇവിടെ വന്നപ്പോ പാസ് ഇല്ല, ഒന്നുമില്ല, കയറ്റത്തില്ല. ഇവിടെ ഈ തിയേറ്റർ മാത്രം നിയമം എങ്ങനെ വന്നു? നേരത്തെ പറയണമായിരുന്നു. ഈ കപ്പാസിറ്റി കൂടുതൽ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞത് പുറത്തേക്ക് കൂപ്പൺ കൊടുത്തൊരു അകത്ത് കയറാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അപ്പൊ ആരോട് പറയും? പറയാൻ ആരുമില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അക്കാദമി ചെയർമാന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആ വണ്ടി വണ്ടിയിൽ വന്നതാരോ അത് പറയൂ. ചെയർമാൻ എവിടെ? ചെയർമാന്റെ വണ്ടി മാത്രം മതിയോ? ഒരാളുമില്ല. ആരെങ്കിലും സോഷ്യൽ സംസാരിക്കണ്ടേ? പ്രശ്നം വന്നാൽ തീരട്ടെ. ആരോട് സംസാരിക്കൂടെ? നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു വർഷത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി
കേവലം ഒരു സിനിമാ ഫെസ്റ്റിവൽ മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഏറ്റവും നന്നായിട്ട് പ്ലേസ് ചെയ്യുന്നത് ഈ ഫെസ്റ്റിവലിൽ കൂടിയാണ്. എന്നിട്ടും ഒരു നോൺ ഫങ്ഷണൽ ചെയർമാനെ വെച്ചുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. എന്തിനാണ് ഇവിടെ റസൂൽ പൂക്കുട്ടിക്ക് മാത്രമേ സിനിമയെ കുറിച്ച് അറിയുകയുള്ളൂ? ഇനി പോയിക്കോട്ടെ, അല്ല എങ്കിൽ ഒരു ഫങ്ഷണൽ ചെയർമാൻ വേണം, ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ IFFK നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസി അതിനകത്തില്ല. റിസർവേഷനും നോൺ റിസർവേഷനും ഉണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പോകേണ്ട ആ സീറ്റുകളിൽ ആളുകൾക്ക് കിട്ടുന്നില്ല. പകരം ഗസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ട് യാതൊരു ട്രാൻസ്പാരൻസിയും ഇല്ലാതെ സ്വന്തക്കാരെ, അത് ഉദ്യോഗസ്ഥരുടേതാകുന്നുണ്ട്, അക്കാഡമിക്കാരുടേതാകാം, മറ്റുള്ളവരുടേതാകാം, ആളുകളെ കയറ്റിയിരുത്തിയാണ്. അത് തീർച്ചയായിട്ടും ഒരു മേളയുടെ ഇതുപോലൊരു മേളയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്ന കാര്യമില്ല. സിനിമ സ്നേഹിക്കുന്നവർക്കുള്ളതോ ഇല്ലാതെ കുടുംബക്കാർക്കും ഗസ്റ്റുകൾക്കും വേണ്ടിയുള്ളതല്ല. അക്കാഡമി ചെയർമാനോട് ഫംഗ്ഷനിലല്ലാത്ത ഒരു ഡമ്മി അക്കാഡമി ചെയർമാൻ, ഡമ്മി ഒരു ഡമ്മി ചെയർമാനെ നമുക്ക് വേണ്ട, ഒരു ഫംഗ്ഷണൽ ചെയർമാൻ വേണം. അക്കാഡമിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. തലസ്ഥാനത്ത് പ്രമുഖ ബ്യൂറോക്രാറ്റുകളുടെ എല്ലാ ആളുകളും ഫാമിലിയായിട്ടാണ് കാർ കൊണ്ടുവന്നത്. ഇവരൊക്കെ ഏത് വഴിയിൽ കയറി പോകുന്നതാണ്. നമ്മൾ തന്നെ ഈ തിയേറ്ററിൽ ഒരു ബന്ധമില്ല. അവരെ